നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയെ സമ്പന്നനാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും വന്ന് ചേരണം എങ്കിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിനും നക്ഷത്ര മാറ്റത്തിനും വളരെയധികം പങ്കുണ്ട്. നിലവിൽ വ്യാഴവും ചൊവ്വയും ഒന്നിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ അർദ്ധ കേന്ദ്രയോഗമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ചില രാശിക്കാരിൽ, ചില നക്ഷത്രക്കാരിൽ കുബേരയോഗം രൂപപ്പെടുന്നതിന് യോഗം കാണുന്നു. ഈ സൗഭാഗ്യങ്ങൾ ലഭിച്ച ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുബേര യോഗത്താൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഇത്രയും കാലം അനുഭവിച്ചതായ പലവിധ ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കഷ്ടതകൾ, ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുന്നതായ സമയമാണ്. കൂടാതെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് അത് സന്താനങ്ങളുടേതാണ് എങ്കിൽ പോലും അനുകൂലമായ ഫലം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ബന്ധം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സ്ഥിരമായി വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ചകൾ നേടുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ പോലും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ അന്വേഷിക്കുന്നതായ പണം നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണമോ കൈകളിലേക്ക് വന്നു ചേരുകയോ അത്തരം ചില കാര്യങ്ങൾ തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും പിന്നീട് അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. അതിനാൽ പല കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ പ്രതിഫലിക്കുന്നു എന്നതാണ് വാസ്തവം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സാമ്പത്തികപരമായ പരാധീനതകൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സമ്പാദിക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങണം. കൂടുതലായി ചിന്തിച്ച് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടികൾ വന്നു ചേരാം. ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത് ബിസിനസ് പരമായി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാകുന്നു. കൂടാതെ സ്വന്തം നേട്ടങ്ങൾക്കായി പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്നതായ പല തടസ്സങ്ങളെയും തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ കലാ കായിക മേഖലകളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരാം. പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം.
പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശോഭിക്കുവാൻ അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതിനാൽ തന്നെ പല ആഗ്രഹങ്ങളും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ സമയം ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാര്യയിൽ നിന്നും കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാകുന്നു. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ജോലി ചെയ്യുന്നവർക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും എങ്കിൽ പോലും പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പ്രതിരോധിച്ച് നഷ്ടങ്ങൾ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ കുറച്ച് കൊണ്ടുവരുവാനും സാധിക്കും. പല തിരിച്ചടികളും മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കടന്ന് വരാവുന്നതായ സമയമാകുന്നു. കൂടാതെ പല വ്യക്തികളും നിങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയോ സഹായങ്ങൾ ലഭിക്കുകയോ ചെയ്യാവുന്നതുമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകും എങ്കിൽ പോലും പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ പണം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം ചില അനുകൂല നിലപാടുകൾ, അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്.